നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഒട്ടുമിക്ക പേർക്കും ഉള്ളതാണ് ഷുഗറിൻ്റെ പ്രോബ്ലം, ഡയബറ്റിസ്. എല്ലാ പ്രായക്കാർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ തെറ്റായ ജീവിതശൈലിയും നമ്മളുടെ ആഹാര രീതിയൊക്കെ മാറിയതുകൊണ്ട് ഒരു 35 കഴിയുമ്പോഴേ നമുക്ക് ഷുഗർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഏതാനും യോഗ എക്സസൈസുകളാണ്, യോഗാസനങ്ങളാണ് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കി എളുപ്പമുള്ളത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ കൺട്രോളിലാവുന്നതാണ്. ഡെയിലി ചെയ്യുക. ഓക്കെ. ആദ്യത്തെ എക്സസൈസ് പറയാം. കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുക. കാലിൻ്റെ മുട്ട് മടക്കി നമ്മൾ ഡയമണ്ട് പോസ് ചെയ്യല് അതിലേക്ക് വരിക. ഡയമണ്ട് പോസിലിരിക്കുക. ഡയമണ്ട് പോസിലിരിക്കുന്നത് തന്നെ നമ്മളുടെ ഷുഗർ കുറയാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്, യോഗയാണ്. എന്നിട്ട് കൈ രണ്ടും ഇതുപോലെ മുഷ്ടി ഉരുട്ടി നമ്മുടെ പുക്കിളിൻ്റെ ഇരുവശമായിട്ട് വയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്ത് താഴുക. പറ്റുന്നത്രയും താഴുക. ഏതാനും സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തിട്ട് ഉയർന്നു വരിക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്നു വരിക. ഹോൾഡ് ചെയ്ത ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ഇത് നിങ്ങൾ ഒരു 10 തവണ റിപ്പീറ്റ് ചെയ്യുക. ദെൻ റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 തവണ കൂടെ കാല് നീട്ടിയിരിക്കുക. ദെൻ ഇങ്ങനെ ഈ കാലിൻ്റെ മുട്ട് മടക്കി ഇങ്ങോട്ട് വയ്ക്കുക. ഇതിങ്ങനെ വെക്കുക. ക്ലോസ് ചെയ്ത് ഈ കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ബോഡി ട്വിസ്റ്റ് ചെയ്യിക്കുക. കൈ പുറകെ കുത്തി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം ഒരു 5 സെക്കൻഡ് ഇങ്ങനെ ഇരിക്കുക. ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യണം. മറ്റേ കാല് മടക്കി ഇങ്ങോട്ട് വയ്ക്കുക. ഈ കാല് ഇങ്ങനെ വയ്ക്കുക. കൈ കൊണ്ട് ഇത് ചുറ്റി പിടിക്കുക. ബോഡി ട്വിസ്റ്റ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്ങിൽ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദീർഘമായി ഒന്ന് ശ്വാസം എടുത്ത് തിരിച്ചു വരിക. ഇത് 2 സൈഡിലും നിങ്ങൾ 5 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ഈ ഭാഗം നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യും. അത് നമ്മുടെ പാൻക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്ത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടി നമ്മുടെ ഷുഗറിനെ കൺട്രോളിലാക്കും. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ രീതിയിലും ചെയ്യാം. കാല് ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചു, ഇവിടെയല്ല ഈ സൈഡിലോട്ട് ഇങ്ങനെ കുത്തി വെച്ചു. എന്നിട്ടിങ്ങനെ പിടിച്ചു. എന്നിട്ട് തിരിഞ്ഞിരിക്കുക. ഇതും അതേ ഇഫക്റ്റ് തന്നെ വരുന്നതാണ്. ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ വെച്ചു, ഇങ്ങനെ പിടിച്ചു, ഇത് ട്വിസ്റ്റ് ചെയ്യുന്നു. ഇത് 2 സൈഡിലും 5 തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരെണ്ണമാണ് കിടന്നിട്ട് ചെയ്യാൻ. നിവർന്ന് കിടക്കുക. കൈകൾ കോർത്ത് തലയുടെ അടി വയ്ക്കുക. എന്നിട്ട് മുട്ട് മടക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാലിങ്ങോട്ട് തിരിക്കുക. ബോഡി അപ്പർ ബോഡി ഓപ്പോസിറ്റ്. സാധാരണ ബ്രീത്തിങ്ങിൽ 5 സെക്കൻഡ് കിടക്കുക. ശ്വാസം എടുത്ത് തിരിച്ചു വരിക. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബോഡി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യിക്കുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ശ്വാസം എടുത്ത് തിരിച്ചു വരും. വീണ്ടും ശ്വാസം എടുത്ത് തിരിച്ചു വന്നു.
ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്. ശ്വാസം എടുത്ത് തിരിച്ചു വരിക. ഇത് നിങ്ങൾക്കൊരു 10 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഈ യോഗാസനങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ കൺട്രോളിലാവുന്നതായിരിക്കും. പക്ഷേ ഡെയിലി ചെയ്യുക. അതും കഴിവതും ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.